ഷാനവാസിനെ ചതിച്ച് പുറത്താക്കാനുള്ള പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ രേണുസുതിക്ക് പുതിയ കണ്ടന്റ് കിട്ടിയിരിക്കുന്നു. ഞാൻ വിധവയല്ല, സുതിച്ചേട്ടൻ മരിച്ചിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ ആദിലയെയും നൂറയെയും ഒതുക്കാനായിട്ട് പുതിയൊരു ആളെ ഇറക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. പിന്നെ പുതപ്പിനടിയിലെ മസാജിങ്ങിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പാട്ടായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസ് അവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഷാനവാസിന്റെ ഭാഗത്തുണ്ടെങ്കിലും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു രണ്ട് ആൺ മത്സരാർത്ഥികളാണുള്ളത്. ഒന്ന് അനീഷും ഒന്ന് ഷാനവാസും. അപ്പോൾ അനീഷിനെ അങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് അവർക്ക് പുറത്താക്കാനായിട്ട് സാധിക്കില്ല. ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാനവാസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അക്ബറിന്റെ അടുത്ത് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഷോൾഡർ കൊണ്ട് തട്ടുകയും നെഞ്ചി വിരിച്ച് അടുത്തേക്ക് ചെല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്താൽ അക്ബറിനെ അടുപ്പിക്കാൻ സാധിക്കും, അടി കൊടുക്കാനായിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാണ് അവിടെ ഇരുന്ന് അപ്പാനി ശരത്തും റെന ഫാത്തിമയും ഇരുന്ന് പറയുന്നത്. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്ത് അക്ബറിനെ അടുപ്പിച്ച് അങ്ങനെ ഷാനവാസിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊരു പ്ലാനിങ് അവിടെ നടത്തിയിരിക്കുകയാണ് അവർ രണ്ടുപേരും നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്ബറും അക്കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷാനവാസിനെ ചതിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാനിങ്ങിൽ ഷാനവാസ് വീഴുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. 5 വൈൽഡ് കാർഡ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വെറുതെയല്ല ബിഗ് ബോസ് 5 പേരെ കയറ്റിവിട്ടിരിക്കുന്നത്. ചിലരെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ആദിലയെയും നൂറയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ്. അത് നമ്മുടെ മുൻ മത്സരാർത്ഥി, അതായത് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് വരുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോട്ടോസ് ഇവിടെ വയ്ക്കാം. അതിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അഭിഷേക് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദിലയെയും നൂറയെയാണ് ഫോക്കസ്. കാരണം LGBTQ എതിർക്കുന്ന മത്സരാർത്ഥിയാണ് അവിടെ ലക്ഷ്മി. ആദിലയും നൂറയും ചെറിയ പുള്ളികളെല്ലാം നിങ്ങൾക്കറിയാലോ. അവിടെ ആദില മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനൊക്കെ എടുത്ത് ചോദിച്ചിരുന്നു നൂറ സംസാരിക്കില്ലേന്ന്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നൂറ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. നൂറ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ആദിലയ്ക്ക് അവിടെ റോളില്ലാണ്ട് തന്നെ പോയി. നൂറയെ പേടിച്ച് മുട്ടുമടക്കിയിരിക്കുകയാണ് ആ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ച് അക്ബർ, അപ്പാനി, റെന ഫാത്തിമ ടീം. കഴിഞ്ഞ ദിവസം റെന ഫാത്തിമ പൊട്ടിക്കരയുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. നൂറയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ നൂറയെ പേടിച്ചിട്ടാണ് ഇപ്പോൾ അവരെല്ലാവരും നിൽക്കുന്നത്. നൂറയോടൊപ്പം പറ്റുന്നില്ല അവർക്ക്. നൂറയുടെ ശബ്ദം ചീവീടിന്റെ ശബ്ദമാണെന്നാണ് റെന ഫാത്തിമ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത്. നൂറ സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഒരു ചീവീടിന്റെ ശബ്ദം പോലെയാണ് നൂറയുടെ ശബ്ദം തോന്നുന്നതെന്ന്. അപ്പാര പ്രൊവോക്കിംഗ് ആണ് കേട്ടോ നൂറ അവിടെ നടത്തുന്നത്. റെന ഫാത്തിമയുടെ അടുത്തും അക്ബറിന്റെ അടുത്തും ഒക്കെ നടത്തുന്നത്. ഒരു രക്ഷയില്ല. അവിടെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട് നൂറനെ. സെർലാക്ക് അമ്മായി, പിന്നെ അതുപോലെ തന്നെ ജിസേൽ മാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പാര പ്രൊവോക്കിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു നിൽക്കാനാവുന്നില്ല അവർക്ക് ആർക്കും. എനിക്ക് തോന്നുന്നു നൂറ് അവിടെ ഇത്രയും ദിവസം വന്നിട്ട് ഓരോ മത്സരാർത്ഥികളെയും അളക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെ എങ്ങനെയൊക്കെ എതിർക്കണം, അവരെയൊക്കെ കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ അവരൊക്കെ എന്താണ് ഗെയിം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നൂറ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് ഗെയിം മനസ്സിലാക്കി. ഇപ്പോൾ എല്ലാവരെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നൂറ ഗെയിം തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നൂറ ടോപ്പ് 5 എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ യാതൊരു സംശയമില്ലാത്ത നിലയിലാണ് ഇപ്പൊ നൂറയുടെ ഗെയിം എത്തി നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. നൂറനെ പേടിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അതുപോലെ കളിയാക്കാനും പ്രൊവോക്ക് ചെയ്യാനും നൂറയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നൂറ മുന്നോട്ട് വന്ന സമയത്ത് ഇപ്പൊ അനുമോൾക്ക് അവിടെ റോളില്ലാത്ത പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും 5 പേര് അവിടെ വന്നതുകൊണ്ട് തന്നെ ഇനി അനുമോളെ കോർണർ ചെയ്യുന്ന പരിപാടി അവര് നിർത്തും എന്നുള്ളൊരു ചെറിയൊരു പരിപാടി തോന്നുന്നുണ്ട്. അങ്ങനെ അനുമോളെ കോർണർ ചെയ്യുന്ന പരിപാടി അവര് നിർത്തിക്കഴിഞ്ഞാൽ അനുമോൾക്ക് കണ്ടന്റും കുറയും. അപ്പോൾ അനുമോളും അതുപോലെ കണ്ടന്റ് അവിടെ കൊടുത്താൽ മാത്രമേ അനുമോൾക്ക് ഇനി അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നൂറ അതിലും വലിയൊരു ഇതായിട്ട് അവിടെ എത്തുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ലക്ഷ്മി വന്നിരിക്കുന്നത് ആദിലയും നൂറയെയും ഒതുക്കാനാണ്. അപ്പൊ ലക്ഷ്മി ഇവരുടെ അടുത്ത് എന്ത് ഗെയിമാണ് പുറത്തെടുക്കുന്നത്, ലക്ഷ്മിക്കെതിരെ ആദിലയും നൂറയും എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.
പിന്നെ അതുപോലെ തന്നെ പുതപ്പിനടിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് അവർ ബിഗ് ബോസ് വീടിനുള്ളിൽ സംസാരിക്കുന്നത്. പുതപ്പിനടിയിൽ അവിടെ മസാജിങ് കാര്യങ്ങളും ഒരു നാണം കിട്ട മസാജിങ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കേട്ടോ. അവിടെ ഫുൾ ടൈം ജിസേലിനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് നൂറ. അത് കണ്ട് ലൈവിൽ കാണുന്ന സമയത്ത് നമുക്ക് മടുപ്പെടുക്കുന്ന ഒരു കാര്യമാണ്. ലൈവിൽ ഫുൾ ടൈം മസാജിങ്, കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം. നമുക്ക് വയ്യാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു കാലുവേദന വന്നു, അതൊക്കെ വന്നു, നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒന്ന് ഇതൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കാര്യമുണ്ട്. ഇവിടെ എന്താ പറയുക, 3 നേരം 4 നേരം ഗുളിക കഴിക്കാന്ന് പറയില്ലേ നമ്മൾ വയ്യായിക്ക് വരുമ്പോൾ, അതുപോലെയാണ് അവിടെ മസാജിങ് നടക്കുന്നത്. പക്ഷേ ആ മസാജിങ് മാത്രമല്ല ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇവിടെ പ്രശ്നമായി വന്നിരിക്കുന്നത് നമ്മുടെ ആരിൻ്റെ മസാജിങ്ങിനെ കുറിച്ചാണ് മോശമായിട്ട് ഇപ്പോൾ കമൻസ് വന്നിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇവർ പറഞ്ഞതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് ജിസേലിനെയും ആരിനെയും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് മസാജിങ് നടത്തുന്നു എന്നൊരു കമൻസ് ആണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അത് വന്ന് ഇവരുടെ ഇടയിൽ അത് ഉണ്ടെങ്കിൽ പോലും, മസാജിങ്ങിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും, ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുന്നത് മസ്താനി വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് പറഞ്ഞു, പുതപ്പിനടിയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊരു കമന്റ് മസ്താനി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അനുമോള്, അതുപോലെ തന്നെ ഷാനവാസ്, ആദില നൂറ, ഇവരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പലതും കണ്ടിട്ടുണ്ട് എന്നൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ബിഗ് ബോസ് നമുക്ക് അവർ പുതപ്പിനടിയിലുള്ള മസാജിങ്ങും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ബിഗ് ബോസ് അതിനുള്ള ഉത്തരം തരേണ്ടി വരും. ലാലേട്ടൻ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ഈ ചോദ്യം ചോദിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രേണുസുതിക്ക് ഇത്രയും നാളും ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു രേണുസുതി എന്ന് പറയുന്നത്. തുടക്കത്തെ ആ 1-2 ആഴ്ച സുധിച്ചേട്ടനും നമ്മുടെ സെറ്റ് ടാങ്കും ഒക്കെ ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോരുന്ന രേണുസുതിയെ ഇപ്പോൾ പിടിച്ചു വലിച്ച് കണ്ടന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് മസ്താനിക്ക് വന്നിട്ട് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുസുതിയെ ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മസ്താനി വന്നതെന്ന് തോന്നുന്നു. പക്ഷേ രേണുസുതി ആള് ചെറിയ മീനല്ല. കാരണം രേണുസുതിക്ക് തറയായി വർത്താനം പറയാനും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ മസ്താനി അവിടെ രേണുസുതിയുടെ മുഖംമൂടി അഴിച്ചിടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പുറത്തെ കാര്യങ്ങൾ അവിടെ മസ്താനിക്ക് പറയേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇന്റർവ്യൂവിൽ വന്നിരുന്ന് കള്ളങ്ങൾ പറഞ്ഞു എന്നും ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന് കള്ളങ്ങൾ പറഞ്ഞു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ മസ്താനി അവിടെ എടുത്തിടുന്ന സമയത്ത് ഞാൻ ഇന്റർവ്യൂവിൽ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തിനാ നീ അറിയേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചൂടാവുന്നുണ്ട്. അതുപോലെ തന്നെ വിധവ കാർഡ് ഇറക്കണ്ട എന്ന് മസ്താനി അവിടെ പറഞ്ഞു. അതിന് ഞാൻ വിധവയല്ലല്ലോ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, എൻ്റെ മക്കളെ നോക്കുന്നത് എൻ്റെ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി പിന്നെ അവിടെ അങ്ങ് കയറി മേയുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും രേണുസുതിക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നില്ല, സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇത്രയും ക്യാമറയിൽ രേണുസുതി എവിടെ എന്ന് തെരഞ്ഞു നടക്കേണ്ട അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ മസ്താനി വന്നതിന് ശേഷം രേണുസുതിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുകയാണ്, രേണുസുതിക്ക് ഗെയിം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് അവിടെ പിടിച്ചു നിൽക്കാം. അല്ല, ഇത്രയും ദിവസം നിന്ന പോലെയാണെന്നുണ്ടെങ്കിൽ രേണുസുതിക്ക് വീണ്ടും കണ്ടന്റ് ഇല്ലാതെ അവിടെ നിൽക്കേണ്ട അവസ്ഥ വരും. എന്തായാലും രേണുസുതിയുടെ കണ്ടന്റ് ഓൺ ആയിരിക്കാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ മസ്താനി, ജിഷിൻ ഒക്കെ അവിടെ വന്നതിന് ശേഷം ഗെയിം ഓൺ ആക്കിയിരിക്കുകയാണ്. മസ്താനിയും ജിഷിനും ഒക്കെ ചേർന്ന് അക്ബറിനെ പൊളിച്ചെടുക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അക്ബറിന്റെ ഗ്രൂപ്പിനെ കുറിച്ചും അതുപോലെ ഗ്രൂപ്പിസത്തെ കുറിച്ചും അതുപോലെ തന്നെ അവർ നോമിനേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ ചോദിച്ചുകൊണ്ട് ജിഷിനും മസ്താനിയും നന്നായിട്ട് ചൂടാവുന്നുണ്ട്. മസ്താനിയൊക്കെ ആങ്കറായിട്ട് ഇരുന്ന് ചിരിച്ച് നമ്മൾ പുറത്തിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. മസ്താനിയുടെ മറ്റൊരു മുഖമാണ് വന്ന ദിവസം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ലൈവൊക്കെ കണ്ടിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടല്ലോ ഇവർക്ക്. അപ്പൊ അതിനനുസരിച്ച് ഗെയിം കളിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവര്. അപ്പൊ അതിനനുസരിച്ചുള്ള ഗെയിം പ്ലാൻ ഇവർ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്ബർ ടീമിനെ പൊളിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ്, ഒനീൽ, അഭിലാഷ് ഇവര് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവർ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു കാര്യവും അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വൈൽഡ് കാർഡുകൾക്ക് ഇത്രയും ദിവസം ഇവരിവിടെ കളിച്ചതുകൊണ്ട് ഈ വൈൽഡ് കാർഡുകൾക്ക് ഇവരുടെ മുകളിലേക്ക് എത്തണം, സ്ക്രീൻ സ്പേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇവർ അറ്റാക്ക് ചെയ്ത് ഗെയിം കളിച്ചേ പറ്റൂ. അതിനുള്ള ശ്രമമാണ് നിലവിൽ അവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ LGBTQ എതിരായിട്ട് അല്ലെങ്കിൽ ലെസ്ബിയൻ ആയിട്ടുള്ള കപ്പിൾസിനെ എതിരായിട്ട് ഇറക്കിയതാണ് എന്നാണ് അവിടെ പറയുന്നത്. അഭിഷേക് തന്നെ പറഞ്ഞത്, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അഭിഷേക് തന്നെ പറഞ്ഞത്. ലെസ്ബിയൻ
ലെസ്ബിയൻ കപ്പിൾസിനെ എതിരായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ എന്തൊക്കെയാണ് ലക്ഷ്മിയുടെ പ്ലാനിങ്, അവിടെ എന്തൊക്കെ നടക്കും എന്നുള്ളത് കാണാം. കാരണം ആദില നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. നൂറ പ്രൊവോക്കിങ്ങിന്റെ അങ്ങേയറ്റത്ത് നിൽക്കാണ്. അവിടെ ഒരു രക്ഷയില്ലാത്ത പ്രൊവോക്കിംഗ് ആണ് നടത്തിക്കൊണ്ട് പലരെയും മുട്ടുകുത്തി മടക്കിയിരിക്കുന്നത്. അവസാനം പൊട്ടിക്കരയുന്ന രന ഫാത്തിമയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്, കരഞ്ഞുകൊണ്ട്. അതിനെതിരെ അവിടെ ആ സമയത്ത് നൂറയ്ക്ക് പെട്ടെന്ന് വിഷമം തോന്നി, അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ അവിടെ നൂറ ചെയ്യുന്ന സമയത്ത് അത് ആദിലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നത്, ഈ സമയത്ത് നീ അവിടെ അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം കയ്യിൽ നിന്ന് പോവും എന്നുള്ളത് കൊണ്ട് ആ ചെയ്തത് ആദിലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദില നൂറയുടെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു സ്നേഹപ്രകടനം വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.